ആ കല്ല് പൊടിഞ്ഞു പോയി. ഇപ്പൊ രണ്ടാമത് ഒന്നുകൂടി ശ്രമം നടത്തുകയാണ്, ഒരു കല്ല് പുറത്തെടുത്തുകൊണ്ടാണ്. ഇതൊന്ന് വെക്കാം. ഏത് ഭാഗത്ത് അവിടെ മാറ്റങ്ങളുണ്ടോ? കുറച്ച് മുകളിൽ വെക്കാം. ഇവിടെ ഇത് അങ്ങനെ ഇങ്ങനെ പൊട്ടുന്ന ടൈലല്ലത്. ഇപ്പൊ പുതിയ ഇനിയിപ്പോ 2 ഡിസൈനും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇത് ചെറിയ സൈസ് 4x2 സൈസ് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ ടെക്നോളജി ഇത് കാണുമ്പോ തന്നെ അറിയാം. ഇത് ചെറിയ നമ്മളെ മൊസൈക്ക്, ഗ്ലാസ് മൊസൈക്ക് പോലെ ഇങ്ങനെ കർവ് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. സാധാരണ എല്ലാവരും ചോദിക്കും ഇത് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ഞാനത് ചോദിച്ചോട്ടെ, ജോയിന്റ് ഫ്രീ ആയി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇതിങ്ങനെ തന്നെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ 2x2 ഹെവി വിട്രിഫൈഡിൽ വരുന്നതാണ്. 50 മുതൽ ഏകദേശം 200 വരെയുള്ള മൊറോക്കൻസ് ഉണ്ട്. 2x2 നമുക്ക് 38 മുതൽ 40 വുഡൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 42 മുതൽ. സ്റ്റാർട്ടിങ് ടേബിൾ ടോപ്പ് 1000 രൂപ മുതൽ ടേബിൾ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 65 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, 65 മുതൽ. അഥവാ മുന്നത്തെ 4.2 പ്രൈസ്. ക്ലാഡിങ് 50 രൂപ മുതൽ ക്ലാഡിങ് സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഇമേജ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ തന്നെ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,500 മുതൽ 10 വർഷം വാറന്റി ഉള്ള ടൈപ്പ്. ഇങ്ങോട്ട് വരാനില്ല. നമ്മൾ ഗൾഫിലൊക്കെ ഇരുന്ന് ആരെയും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ. ഓൾ കേരള ബജാജിന്റെ EMI സൗകര്യം ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാട്ടോ. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ നമ്മുടെ കണ്ടില്ലേ, സ്റ്റോൺ ഗാലറിന്റെ ഒരു പുതിയ ഷോറൂം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓണായിട്ട് ഓഫറുകളും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല സമ്മാനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളത് ഷാരിഖാണ് കേട്ടോ. ബാക്കിയൊക്കെ ഷാരിഖിനോട് ചോദിച്ചോട്ടോ. ഷാരിഖ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ സുഖം? അടിപൊളിയല്ലേ? അടിപൊളി. അങ്ങനെ നിങ്ങൾ തൃശ്ശൂരിലേക്ക് എത്തിയില്ലേ? കുറ്റിപ്പുറത്ത് നേരെ കോഴിക്കോടേക്ക് പോയി, കോഴിക്കോട് നേരെ വന്നിരിക്കുന്നത് തൃശ്ശൂരിലേക്ക്. എന്തൊക്കെയാണ് ഓണത്തിന്റെ ഓഫർ ആണ് സ്പെഷ്യൽ? ഓണത്തിന് നമ്മൾ ടൈൽസിന്റെ പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ നേരെ കിടക്കുന്നത് ഹോം അപ്ലയൻസ് ആണ്. അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് നറുക്കെടുപ്പിലൂടെ ടൈലിനും നല്ല സ്പെഷ്യൽ പ്രൈസ് ആയിട്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. ഈ ഫ്ലോറിൽ മൊത്തം ടൈലും കൊണ്ട് നിർത്തിച്ചില്ലേ? അതെ, കംപ്ലീറ്റ് ടൈല്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ടോട്ടൽ? 25,000 സ്ക്വയർ ഫീറ്റ്. 25,000 സ്ക്വയർ ഫീറ്റ്. സമ്മാന പദ്ധതിനെ പറ്റിയിട്ട് നറുക്കെടുപ്പ് എവിടം വരാണ് എന്നാണ്? സെപ്റ്റംബർ ഒക്ടോബർ 2 മാസത്തേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ ഒക്ടോബർ ആണ് അല്ലേ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ ഡിസ്കൗണ്ടും ഈ സമ്മാനമൊക്കെ അതുവരെ കൊടുക്കും? അതുവരെ കൊടുക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നറുക്കെടുപ്പ്? അത് കഴിഞ്ഞിട്ട് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പ് എന്നുള്ള രൂപത്തിലല്ല, അതും നമ്മൾ പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ബില്ലിംഗ് ചെയ്ത് ബില്ലിന്റെ ബിൽ നമ്പർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓൺലൈൻ ത്രൂ നറുക്കെടുപ്പ്. ഓൺലൈൻ ത്രൂ ആണ്. അതെ, നമുക്കിങ്ങനെ 6-4 മുതൽ തുടങ്ങാം. ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് 6-4 ഡിസൈൻസും 6-4 പ്രൈസ് ഒക്കെ ആണ് അന്വേഷിച്ചത്. 6-4 തന്നെ നമ്മൾ ഏറ്റവും ഹൈലൈറ്റിംഗ് മോഡൽ ബുക്ക് മാച്ച്. ബുക്ക് മാച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേ ചെയ്തത് നിങ്ങൾ തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും. ഇപ്പൊ ഇനിയിപ്പോ 2 ഡിസൈനും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇത് ചെറിയ സൈസ് 4x2 സൈസ് വന്നിട്ടുണ്ട്. അതെ, ഒരേ പാറ്റേൺ. ഇത് എന്തെങ്കിലും സ്പെഷ്യൽ പ്രൈസ് ആക്കിയിട്ടുണ്ടോ? ഇത് നമ്മളിപ്പോ ഒരു ഓഫറിനോടനുബന്ധിച്ച് ഒരു 75. നമ്മൾ ആദ്യം 85-80 കൊടുത്തിരുന്നത്. വീണ്ടും 5 രൂപ കുറച്ചിട്ടുണ്ട്. 75 രൂപക്കാണ് ബുക്ക് മാച്ച്. നിങ്ങൾ വന്ന് കാണേണ്ടതാണ്. ഇത് നമ്മളെ തന്നെ ചാനലിലേ, നമ്മളെ യൂട്യൂബ് ചാനലില് ഇതൊക്കെ ചെയ്തിട്ടുള്ളതിന്റെ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ജോയിന്റ് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ എല്ലാവരും ചോദിക്കും ഇത് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ജോയിന്റ് ഫ്രീ ആയി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം. ഒന്നാമത്തെ വലിയ സൈസാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ചെയ്യുമ്പോൾ അധികം 45 അടിച്ച് ചെയ്യാം. അപ്പോഴൊക്കെയാണ് അതിന്റെ ബുക്ക് മാച്ചിന്റെ പെർഫെക്റ്റ്. ഇതിലേക്ക് വരാണ് ഇതും ആ പ്രൈസിനോട് നമുക്ക് ബുക്ക് മാച്ച് എല്ലാം ഒരേ പ്രൈസ്. റഷ്യന്റെ ഇറ്റാലിയന്റെ അതേ കോപ്പി തന്നെയാണ്. സെയിം. അതിന്റെ തന്നെ 4-2 ഉണ്ട്. 4-2 ഉണ്ട്. അതെ, ഈ 4-2 പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും. ഇതില് പ്രൈസ് വ്യത്യാസമുണ്ട്. ഇത് 50 ആ റേഞ്ച് കാർവിംഗ് ടൈപ്പ്. കാർവിംഗ് ഉള്ള ഇത് കുറച്ച് പ്രൈസ് കൂടുതലോ? ഇത് പ്രൈസ് ഉണ്ട്. ഇത് 85 above. 85 അതിന്റെ മേലെ വരും അല്ലേ? ഇതും കാർവിംഗിൽ വരുന്നല്ലേ? ഇതൊക്കെ ബാത്റൂമിന്റെ മോക്കപ്പ് ആയിട്ട്. ഈ ഫ്ലോറും എല്ലാം സെയിം. അത് മാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോറും യൂസ് ചെയ്യാം, വാളും യൂസ് ചെയ്യാം. അതെ, മുന്നത്തെ ടൈപ്പ് ഈ മാറ്റ് ഫിനിഷ് അല്ല ഇപ്പോ. പണ്ട് ഇത് ചളി പിടിക്കുന്ന വിഷയങ്ങളും അതൊക്കെ ഉണ്ടായി. ഇപ്പൊ ഫിനിഷിംഗ് ടെക്നോളജി മാറിയല്ലോ. ഇപ്പൊ ഫിനിഷിലെ ലിസോ ഫിനിഷ് നമുക്ക് കാണാം. ഞാൻ ആ പറഞ്ഞ ലിസോ ഫിനിഷ്. ഇത് നമ്മുടെ സാറ്റിന് പോവും ചെയ്തു എന്നാ പോഷിലേക്ക് അതിന്റെ ഒരു കാരണം ഒരു കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ കാലത്തിനനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകുന്ന ഓരോ ഫെൻസിലേക്ക് മാറ്റിയെടുക്കണം. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആ ഒരു ഫിനിഷിൽ വരുന്നതാണ്. ഇത് നോർമൽ ഗ്ലോസ്. അതെ, നോർമൽ ഗ്ലോസ് ആകുമ്പോൾ കുറച്ച് പ്രൈസും കുറവുണ്ടാവും. അതെ അല്ലേ? അതെ. എന്ത് മുതലാണ് തുടങ്ങുന്നത്? നമുക്ക് 65 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 65 മുതൽ. അഥവാ മുന്നത്തെ 4.2 പ്രൈസ്. അത്രേ ഉള്ളൂ.
ഇത് മാറ്റാണ്, ഇത് മാറ്റ് കാർവിംഗ്. അതെ, ഇതും അതിന്റെ ഇത് അർമാണി സീരീസ് ഉണ്ടല്ലോ, നമ്മളെ നോർമൽ ഗ്ലോസിൽ ഏറ്റവും ട്രെൻഡിങ് ആയ മോഡൽ അർമാണി സീരീസ്. അതിന്റെ സെയിം എക്സാക്ട് മാറ്റില് കാർവിംഗ്. ഈ കാർവിംഗ് മുന്നൊക്കെ കാർവിംഗ് വന്നിരുന്നത് നല്ല ഗ്രെയിൻസ് ഉണ്ടാവും. അതൊരു ചിലവർക്ക് അഭംഗിയായിട്ട് തോന്നാറുണ്ട്. പലപ്പോഴും എഞ്ചിനീയേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മളോട് ചോദിക്കുള്ളത് ലൈറ്റ് കാർവിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ആണ്. ഇതിപ്പോ കാർവിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർവിംഗ് ഉണ്ട്, പക്ഷേ കാർവിംഗിന് ഒരു ഭംഗി കൂടുതലുണ്ട് അല്ലേ? ഇത് ബ്രഷിന്റെ എൻഡ്ലെസ് പാറ്റേൺ. എൻഡ്ലെസ് ആണ്. അപ്പൊ അത് ഡിസൈൻ തിരിച്ചറിയില്ല, ഒറ്റ ഫ്ലോർ വിരിച്ച പോലെ ഉണ്ടാവും. ഹൈ ഗ്ലോസി വരുന്ന, ഹൈ ഗ്ലോസിക്ക് കുറച്ച് വില കൂടും അല്ലേ? 90+ ആയിരിക്കും അല്ലേ? ഇല്ല, അത്രയൊന്നുമില്ല, 80+ ഉള്ളൂ. 80+ ഉള്ളൂ. അതെ. 6x4 തന്നെ ഒരുപാട് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് മോഡൽസ്. എനിക്ക് തോന്നുന്നു കുറ്റിപ്പുറത്തേക്കാട്ട് കൂടുതൽ വിടുന്നുണ്ടോ? അല്ല, അത് ഒന്നാമത് ഇവിടുത്തെ ഡിസ്പ്ലേ റേഞ്ച് ആയതുകൊണ്ടാണ്. വന്ന് കാണാൻ കണ്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ. നിങ്ങള് കുറ്റിപ്പുറം ചെയ്യുന്ന പോലെ തന്നെ ഡെലിവറി ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡെലിവറി നമ്മൾ ഓൾ കേരള ഫ്രീ ആണല്ലേ? മാറ്റങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോ നമുക്ക് ഓൾ കേരള ബജാജിന്റെ EMI സൗകര്യം കൊടുക്കാൻ പറ്റും. പണ്ട് നമ്മളൊരു നിശ്ചിത ഏരിയക്ക് മാത്രമായിരുന്നു, അത് മാറിയിട്ട് ഓൾ കേരള നമുക്ക് പണ്ട് പറഞ്ഞ പോലെ കുറ്റിപ്പുറം വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇരിഞ്ഞാലക്കുട ഒക്കെ തന്നെ കസ്റ്റമേഴ്സിന് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അങ്ങനെ പിക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലേബേഴ്സിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പോൾ നമ്മൾ കറന്റ്ലി ചെയ്തുകൊണ്ട് പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഇവര് വീഡിയോന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണ്, ഇവര് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതായത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വന്ന് പിക്ക് ചെയ്തോളൂ. മാത്രമല്ല നമുക്ക് ടൈല് ലേ ചെയ്യാൻ ആളില്ലാന്നുണ്ടെങ്കിൽ, വിരിക്കാൻ ആളില്ലാന്നുണ്ടെങ്കിൽ ഇവര് നല്ല പൊതുവെ എന്താ പറയുക, നമ്മുടെ ഈ പ്രവാസികള് ആൾക്കാരൊക്കെ അവർക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഇതേപോലെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ കംപ്ലീറ്റ് അതും കൂടി നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ നോർമലി സാധാരണ എല്ലാവരും വാങ്ങുന്ന ടൈലിന്റെ പണിക്ക് വാങ്ങുന്ന അതുപോലെ തന്നെ കൂലി തന്നെ നോർമൽ. അതെ അതെ, അഡീഷണൽ ഒന്നും ഇല്ല. അവർക്ക് അത്രയും ലോങ് ഉണ്ടെങ്കിൽ അവർക്ക് താമസ സൗകര്യം കൊടുത്താൽ മതി, അത്രമാത്രം. ഇത് 4x2 അല്ല ഹൈ ഗ്ലോസി. ഇത് രണ്ടും കംപ്ലീറ്റ് ഹൈ ഗ്ലോസി. ഈ ഭാഗത്തേക്ക് വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം രണ്ട് സൈഡിലും ഫുൾ കളർഫുൾ ഐറ്റംസ് മാത്രം. ഇത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ബാത്റൂം ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനാണ്. ഒരു 4 പീസ് 5 പീസൊക്കെ നമുക്ക് ആകെ ബാത്റൂമുകൾ ആവശ്യമുള്ളൂ. ഇതേപോലെ തന്നെ ഇത്ര ഒരു വാളില്. പക്ഷെ ഇത് ചെയ്യുന്നത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു എഫക്ട് മൊത്തത്തിൽ മാറും. ഈ ഒരു കളറിൽ ഇപ്പൊ കുറച്ച് എൻക്വയറി കൂടുതലാണ്. ഈ ഒരു ഓഷ്യൻ കളേഴ്സ് ഉണ്ടല്ലോ, ഫ്ലോറിംഗിൽ വരെ പോകുന്ന മെറ്റീരിയൽസ് ആണ്. ഈ ഒരു അക്വാ തീമിൽ വരുന്നേ 4x2 നമ്മൾ എത്ര മുതലാണ് കൊടുക്കാന്ന് പ്ലാൻ ചെയ്ത്? 4x2 നമുക്ക് 38 മുതൽ 40 വുഡൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 42 മുതൽ വുഡനും കൊടുക്കാം. 42 മുതൽ നമ്മള് പണ്ട് 72 ചെയ്തിരുന്നത് 65 മുതൽ കൊടുക്കും. 65 മുതൽ കൊടുക്കും. 85/60 എന്താണ് പ്രൈസ് ഉള്ളത്? നമ്മള് 53 മുതൽ അത് 58 എനിക്ക് തോന്നുന്നു 58 ആയിരുന്നു. അതും പ്രൈസ് ഒന്ന് ഓണായിട്ടുള്ള സ്പെഷ്യൽ പ്രൈസ് ആണല്ലേ? അതെ. പിന്നെ അതുപോലെ തന്നെ ടെറാസോ സീരീസ്, ഇത് ടെറാസോയിൽ പെട്ടല്ലോ. ഇത് ടെറാസോയില്, ഇതും അത് അതിന്റെ രസമാണ്. ഇത് ഡൈന സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എല്ലാ സൈസിലും ഉണ്ടാവും. 4.2 5.3 6.4 അപ്പൊ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ സൈസ് ഉപയോഗിക്കാം, മറ്റൊരു ചെറിയ സൈസ് ഉപയോഗിക്കാം. അപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറ് 5-10 രൂപ കൂടിയാലും നമുക്ക് ഇഷ്ടപ്പെട്ട ടൈല് വാങ്ങാം. സാധാരണ നമ്മള് മറ്റേ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോ അത് നമുക്ക് കണ്ടുമടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ ക്വാളിറ്റി പോരാന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിൽ പല കസ്റ്റമേഴ്സും ഇപ്പൊ ചിലപ്പോ പൊതുവെ മാർക്കറ്റില് കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഒന്നാമത് ലേ ചെയ്യുമ്പോൾ ഇതിന്റെ ലേബർ കോസ്റ്റ് വരുന്നതും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് വരുന്നതും ഒക്കെ സെയിം പ്രൈസ് ആണ്. ഇപ്പോഴും ആളുകൾക്ക് സ്റ്റാൻഡേർഡ് എന്താന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ധാരണയായിട്ടില്ല. എന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു അനുഭവം പറയാം. ലാസ്റ്റ് ദിവസം ഒരു കസ്റ്റമർ വന്നപ്പോ അവർ എന്റെ അടുത്ത് പറഞ്ഞു സ്റ്റാൻഡേർഡ് ഇതിലും കുറവിൽ കിട്ടാണ്ടല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞതിന്റെ ടോൺ തന്നെ മാറ്റുണ്ട്, സ്റ്റാൻഡേർഡ് ഇതിലും കുറവിൽ കിട്ടാണ്ടത്. അതായത് കൂടിയ സാധനമാണ്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ സ്റ്റാൻഡേർഡ് ഉള്ള മെറ്റീരിയൽ എന്ന് പറയാം. ടൈലിന്റെ കേസിലേക്ക് പണ്ട് ഇതിന് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിരുന്നത് പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ മേക്ക് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. സത്യത്തിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നതല്ല, സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്നതാണ്, ആയി പോകുന്നതാണ്. പ്രീമിയം ടൈലുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫക്റ്റ് ഉള്ള മെറ്റീരിയലാണ് സ്റ്റാൻഡേർഡ് ആയി. അപ്പൊ അതിനെ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു ഡിഫക്റ്റ് അതിനുണ്ട്. അതെ. അപ്പൊ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരൊറ്റ ടൈലേ വാങ്ങാൻ പാടുള്ളൂ, പ്രീമിയം ടൈൽ. വേറെ ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് സെക്കൻഡ് കൊമേഴ്സ്യൽ അങ്ങനത്തെ ഒന്നുമില്ല. പ്രീമിയം ടൈൽ അല്ലേ? പ്രീമിയം ടൈൽ മാത്രം വാങ്ങാം. അത് ആ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. ഇനി അത് മാത്രമല്ല, നിങ്ങളെ കയ്യിൽ 6x4 വാങ്ങാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം ടൈൽ അതിന്റെ തൊട്ടടുത്ത സൈസ് ചെറിയ സൈസിലേക്ക് മാറുക. അതിന് 2x2 വാങ്ങിയാലും കുഴപ്പമില്ല, പ്രീമിയം മാത്രം ഉപയോഗിക്കാം. അത് ഭാവിയിലേക്കുള്ള വലിയൊരു ക്രൈസിസ് നമുക്ക് ഒഴിവാക്കാം. അതും നമുക്ക് ഇഷ്ടപ്പെട്ട ടൈലുകൾ വാങ്ങാൻ നോക്കുക അല്ലെ?
അല്ല ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ആദ്യമൊക്കെ ആയിരുന്നു ഒരു സൈസ് മാറുമ്പോ നല്ല വേരിയേഷൻ വന്നത്. ഇപ്പൊ കണ്ടില്ലേ 6x4 വരെ 65 കിട്ടുന്നുണ്ട്. പണ്ട് നമ്മള് 2x2 നാനോ ടൈപ്പ് വരെ 45 50 ശരിയാണ്. ഇത് സീരീസിൽ വരുന്നതാണ്. ഇത് ഗം കാർവിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സീരീസാ. ഏറ്റവും പുതിയ ടെക്നോളജി. ഇത് കാണുമ്പോ തന്നെ അറിയാം. ഇത് ചെറിയ നമ്മളെ മൊസൈക്ക് ഗ്ലാസ് മൊസൈക്ക് പോലെ ഇങ്ങനെ കാർവ് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു എഫക്ട് തന്നെ വേറെയാണ്. ഇത് കുറച്ച് വിലയും കൂടുതലായിരിക്കും. ഇതൊരു അറൌണ്ട് 150 above. 150 above. എന്നാൽ ഈ പണിക്കനുസരിച്ച് കൂടുതലൊന്നും ഇല്ല. ഇത് സാധാരണ ഒരു ഡ്രോയിങ്ങിന് തന്നെ വരുമ്പോ ഇതൊക്കെ അതിൽ പെട്ടാണ്. അതിലുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട്. നമ്മളെ സാധാരണ ആത്തൻകുടി ടൈലൊക്കെ പലരും ചോദിച്ചിരുന്നല്ലോ, അതിന്റെ അതൊക്കെ നോർമൽ ഈ അടിപൊളി ആയിട്ടോ. ഇതൊക്കെ ഫ്ലോറിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് എല്ലായിടത്തും യൂസ് ചെയ്യാം. ഹെവി വിട്രിഫൈഡ് ടൈൽസ് ആണ് മെറ്റീരിയൽ. കാരണം ആത്തൻകുടി ടൈല് എല്ലാവരും ചൂസ് ചെയ്തിരുന്നു ആ ഡിസൈനിന് വേണ്ടിട്ട്. പക്ഷെ അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി കുറവായിരുന്നു. ഇത് ക്വാളിറ്റി നല്ലതാണ്. ഡിസൈനും അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മൊറോക്കനിൽ വരുന്നല്ലേ? മൊറോക്കനിൽ വരുന്നത്. ഇതൊക്കെ ഈ ഗം കാർവിംഗിൽ വരുന്ന മൊറോക്കനാണ്. ഇതൊക്കെ അതിൽ പെട്ടാണ്. ഇതൊക്കെ അതിന്റെ മാറ്റ് ഫിനിഷിലേക്ക് വന്നപ്പോൾ അതിന്റെ കളർ വ്യത്യാസം. അതിന്റെ തന്നെ കളർ ചേഞ്ച്. നിലവിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ മോഡലാണ്. ഇതാണ് നമ്മളെ ഗം കാർവിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? അതെ, അങ്ങനെ ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ. ആ ഒരു എൻഡ്ലെസ് പാറ്റേൺ ഉണ്ട്, ഒരു ത്രെഡ് വർക്ക് പോലെ ഉണ്ട്. ത്രെഡ് വർക്ക് പോലെ ഉണ്ട്. അതെ, ഇതിൽ ആ എൻഡ്ലെസ് പാറ്റേൺ ആണ്. കാരണം ഇത് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ചെയ്ത് പോകും. ആ കറക്റ്റ് ഒരു ത്രെഡ് ചെയ്ത പോലെ തന്നെ അല്ലേ? അതെ, ആ ത്രെഡ് വർക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ഇതുപോലെ തന്നെ എൻഡ്ലെസ് പാറ്റേൺ എൻഡ്ലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയില്ല അല്ലേ? ലൈറ്റിംഗിലൊക്കെ കറക്റ്റ് ആയിട്ട് അത് കാണുന്നുണ്ടല്ലോ. ഇവിടെ അറൗണ്ട് ഒരു 50 മുകളിൽ മോക്കപ്സ് ഉണ്ട്. ബാത്റൂം മോക്കപ്സ്. അത് എല്ലാ സൈസിലും ഉണ്ട്. 6x4 ഉണ്ട്. ഈ പറഞ്ഞ പോലെ 6x4, 6x4, 5x3, 4x2. പൊതുവെ സാധാരണ 4x2 മാത്രമാണ്. ഇപ്പൊ 6x4 ബാത്റൂം ചെയ്യുന്ന ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം ജോയിന്റ്സ് കുറക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും. എന്താ പറയുക, ബാത്റൂമിലാണ് ഇത്ര വലിയ സൈസ് ചെയ്യേണ്ടത്. കാരണം ജോയിന്റ്സ് കുറക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ലീക്കേജിന്റെ വിഷയങ്ങളൊക്കെ കുറക്കാൻ പറ്റും. മൊറോക്കൻ നമുക്ക് ₹50 മുതൽ മൊറോക്കൻ സ്റ്റാർട്ട്. ഇത് 2x2 ഹെവി വിട്രിഫൈഡിൽ വരുന്നതാണ്. ഇതൊരു 80 ഓവർ പ്രൈസിലല്ല. ഇതില് ഞാൻ പറഞ്ഞ 50 മുതൽ ഏകദേശം 200 വരെയുള്ള മൊറോക്കൻസ് 1600-800. അഥവാ 5x3 എന്ന് പറഞ്ഞ സൈസിൽ മോക്കപ്പ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ഇത് ഹൈ ഗ്ലോസി ആണ്. നോർമൽ ഗ്ലോസിൽ വരുന്നത്. ഇതിങ്ങനെ തന്നെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ. ഇത് കോമ്പിനേഷനിൽ ഇപ്പൊ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് മാറ്റം വരുത്താം. ലൈറ്റ് ഷെയ്ഡ് ഏതും കൊടുക്കാം. ഹൈലൈറ്റർ ഇങ്ങനെ ചൂസ് ചെയ്താൽ മതി. നമുക്ക് ഒരു 4 ബാത്റൂം ഉണ്ടെങ്കിൽ കോമൺ ലൈറ്റ് ഷെയ്ഡ് എടുക്കാം. അതിൽ 4 ബാത്റൂമിലേക്കും 4 ഹൈലൈറ്റർ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തില് എല്ലാതും വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. ഫ്ലോറൽ കളക്ഷൻ. അതെ, ഇത് ഇപ്പൊ ആളുകൾ നന്നായി കൊണ്ടുപോകുന്നില്ലേ? നല്ലോണം. ഇതിലിപ്പോ 2-3 ഡിസൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബുക്ക് മാച്ചിൽ ആഡ് ചെയ്ത പോലെ തന്നെ ഇതിൽ 2-3 ഡിസൈൻസ് പൊതുവെ വരുന്നത്. ഇതും എൻഡ്ലെസ് പാറ്റേൺ ആണ്. കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ക മാച്ചിങ് ആയിരിക്കും. ഈ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് സ്പേസ് ഇട്ടുകൊണ്ടാണ്. അതെ അതെ, എല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റൂല അല്ലേ? ഇത് നോർമൽ ഗ്ലോസി, ഹൈ ഗ്ലോസി അല്ല. ഇത് സൂപ്പർ ഹൈ ഗ്ലോസി ആണ്. ഇത് മൊറോക്കൻ സീരീസിൽ ഒരു വെറൈറ്റി ഐറ്റം. ഇതില് ഇപ്പൊ നോർമലി ഇങ്ങനെ കാണുമ്പോൾ ഈ ഡിസൈൻ വർക്ക് മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് വരെ ഡിസൈനിങ്, ഒരു കാർവിംഗ് എഫക്ട് ഇതിൽ ചെറിയ ഡിസൈൻ ചെയ്തിരുന്നല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ഔട്ട്ഡോർ പർപ്പസ്, ഇപ്പൊ നമ്മൾ ക്ലാഡിംഗ് പോലെ അല്ലെങ്കിൽ ഈ റൂമിലെ ഹെഡ് ബോർഡിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഏതാണ് സൈസുകൾ? ഇത് 80x160. ഇത് 80x160 5x3 പറഞ്ഞേ. അതെ. ഇതെന്ത് മുതലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 5x3 നമുക്ക് ₹53 മുതൽ 53 മുതൽ അല്ലേ? 53 മുതൽ. അതെ, അങ്ങനെ കുറെ ഡിസൈൻ പറഞ്ഞ പോലെ ഗ്ലോസി ഉണ്ട്. പിന്നെ മാറ്റിലാണെന്നുണ്ടെങ്കിൽ ബേബി സാറ്റിൻ, അങ്ങനത്തെ ഒരുപാട് കാറ്റഗറി ഐറ്റംസ് അതിലും വരുന്നുണ്ട്. 53 ആണല്ലോ നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. ഹൈ ഗ്ലോസിലാണ് മാറ്റം വരും. ഹൈ ഗ്ലോസിലാണെങ്കിൽ ഒരു ₹10 മാറ്റം. ₹10 മാറ്റം വരും. ഇതിന്റെ ഹൈ ഗ്ലോസ് ആയിരിക്കും. ഇത് ഹൈ ഗ്ലോസ്. അതെ, ഇതൊക്കെ വെച്ചാൽ മോക്കപ്പാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ വരുന്നൊക്കെ ഈ പറഞ്ഞ പോലെ 8160 ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതില്. 80x160 6x4 എടുക്കാനും പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ 80x160 എടുത്താൽ മതി അല്ലേ? 6x4 എടുക്കാൻ തൊട്ടടുത്ത സൈസ് ആണല്ലോ അല്ലെ? തൊട്ടടുത്ത സൈസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു ഐറ്റം ആണത്. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. എനിക്ക് എത്ര ഉണ്ടാവും കളേഴ്സ്? ഏകദേശം 50 മുകളിൽ ഡിസൈൻസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബേബി സാറ്റിൻ. കാരണം യൂസ് ചെയ്യാനേ, നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഒറ്റ വൈപ്പിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. മാറ്റ് ആയതുകൊണ്ട് അതിന് കുറെ നേരം ഇതെല്ലാം മാറ്റം കൊടുത്തല്ലേ?
ഇതെല്ലാം മാറ്റ്, ഫുൾ മാറ്റ്. ഇത് ഫുൾ മാറ്റിൽ മാത്രം വരുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാറ്റ് ആയിരിക്കും, ഗ്ലോസിനെക്കാട്ടും കൂടുതൽ പോകുന്നുണ്ടാവും അല്ലേ? മാറ്റിന് ഇപ്പൊ നല്ല ഫ്ലോറിംഗിലോട്ട് ഇപ്പൊ മാറ്റ് നല്ല എണ്ണൂറ് കല്ലിന്റെ അതേ ഡിസൈനിലെ സെയിം ഡിസൈൻ. ആദ്യം വന്നിരുന്നത് ഇതിങ്ങനെ ടൈല് ഫിനിഷിംഗ് പോലെ ആയിരുന്നു. ഇപ്പൊ ഇതിലുള്ള ഈ ചെറിയ ഈ ഗ്രെയിൻസ് പോലും ചെറിയ ചെറിയ ആ കുത്തും കോമകളും ആ മണ്ണിന്റെ കളറെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേത് കല്ലിനനുസരിച്ച് കല്ലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മങ്ങലൊക്കെ വരും. ഇത് കാലാകാലം ഈ ഒരു ഫിനിഷ് കാലാകാലം ഉണ്ടാവും. ക്ലാഡിംഗ് ഒക്കെ എത്ര മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലാഡിംഗ് 50 രൂപ മുതൽ ക്ലാഡിംഗ് സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുവിധം ജയ്സൽമീർ എല്ലാ സാധനവും എല്ലാ ടൈപ്പും ഉണ്ട്. ഈ സൈഡിൽ വരുമ്പോ നമ്മള് ഇതിന്റെ ഒരു ഫോട്ടോ ഇമേജ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ തന്നെ. ചെയ്ത് കഴിഞ്ഞാൽ അതെ, ഇത് ഈ മെഷ് അടിച്ച് വരുന്നതാണ്. ബാക്കിൽ മെഷ് വരുന്ന ടൈപ്പാണ്. ഇതിപ്പോ നന്നായി പോകുന്നതാണ്, നല്ല മൂവിംഗ് ടൈപ്പ്. അതെ, സെയിം പാറ്റേണിൽ ടൈൽ വരുന്നുണ്ട്. ഒരു 3-4 കളർ. ഇത് പക്കാ നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇത് പക്കാ നാച്ചുറൽ സ്റ്റോൺ ആണ്. അതെ, ഇതേ ഫിനിഷിൽ ഇപ്പൊ ടൈൽ വരുന്നത്. അതെ, നാച്ചുറൽ സ്റ്റോൺ വരുമ്പോൾ ഒരു 150 to 300 വരെ ഉള്ള ഐറ്റംസ് ഉണ്ട്. ടൈലാണെന്നുണ്ടെങ്കിൽ 60-65 റേഞ്ച്. ഇതിൽ ഒരുപാട് ഡിസൈൻസ് കിട്ടും, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതിന്റെ ടൈൽ വന്നല്ലോ അല്ലേ? ഇതിന്റെ ടൈൽ ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ കണ്ടയിലൊക്കെ ഒരുവിധ സ്ഥാനത്തിലൊക്കെ ടൈലുണ്ട്. അതേ ഫിനിഷ് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ഇതാണ് ടൈലുകൾ വരുന്നത്. ഈ ടൈലിലൊക്കെ ടെക്സ്ചർ ഉണ്ടല്ലേ? ഇത് ടൈലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനിഷ് അറിയില്ല, ജോയിന്റ് ഫ്രീ ആയിക്കാം. ഇതിന്റെ എൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിൽ കുറെ ഡിസൈൻ. ഇതൊക്കെ പറഞ്ഞ 55 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അതിൽ കുറെ ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് ടൈലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാലും മനസ്സിലാവില്ല. ആ കംപ്ലീറ്റ് അതിന്റെ ഗ്യാപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെ, ഇത് നമ്മളെ ഇപ്പോ ടെക്സ്ചർ പെയിന്റിങ് ചെയ്യല്ലോ, അതിന്റെ വരുന്നുണ്ട്. അതിന് കാണണ്ട, ടെക്സ്ചറിന്റെ ആവശ്യമില്ലല്ലേ? ഇല്ല, നമ്മൾ നേരത്തെ കാണിച്ച അതിന്റെ ടൈല്, ആ സ്റ്റോൺ കണ്ടല്ലോ, സെയിം ടൈല്. സബ്വേ ടൈൽസിലൊക്കെ പെടുന്ന കിച്ചൺ ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പുകളാണ്. ഇതിൽ പിന്നെ നമ്മളെ കേരള സ്റ്റോണിൽ വരുന്ന ഒരു ഐറ്റം ആണ്. അത് കേരളത്തിൽ കളറിലൊക്കെ അങ്ങനത്തെ കളറിൽ കല്ലില്ല, പക്ഷെ പൊതുവെ എന്താ പറയാ, നമ്മുടെ ഈ വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ തീം ആണ്. അപ്പൊ അതിലേക്ക് കൊടുക്കാൻ പറ്റിയ നാച്ചുറൽ സ്റ്റോണിൽ വരുന്ന ഒരു കളറാണ്. അതെ, സ്റ്റോൺ ഗ്രേ ആണ്. അത് നാച്ചുറൽ ക്ലേ ആണ്, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ഈ പീസുകളായിട്ട്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് 150 റേഞ്ചിൽ. ഇതിലായി തന്നെ ഒരു വേറെ ഫിനിഷിംഗ് മാറ്റുന്നുണ്ട് മാത്രം. വിയറ്റ്നാം ക്ലേ. അതെ, ഇത് 4x2 നമ്മള് 4x2 നമ്മൾ നേരത്തെ പറഞ്ഞ 4x2 38ന്റെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റം. ആ ഒരു സ്റ്റാർട്ടിംഗ് മോഡൽസ് ആണ് ഇതെല്ലാം. 38 to 45 കൊടുക്കാൻ പറ്റില്ലേ? ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. 100 ഡിസൈനുകൾ 38 മുതൽ 45 രൂപന്റെ ഉള്ളിൽ ഒരു 100 ഡിസൈന്റെ മേലെ ഉണ്ടാവും അല്ലേ? ഇത് കുറച്ച് പ്രൈസ് കൂടിയായിരിക്കും. ഇത് ആ പ്ലെയിൻ സീരീസിലാകുമ്പോൾ ചെറിയൊരു മാറ്റം 5 രൂപ മാറ്റം ഉണ്ടാവും. ഇതിൽ തന്നെ മാറ്റും ഗ്ലോസി ആണത്. അതിന്റെ ഒരു കളക്ഷൻസ് ആണ് ഈ കംപ്ലീറ്റ് മാറ്റും ഗ്ലോസി. അവിടെ ഫുൾ കംപ്ലീറ്റ് മാറ്റ്. അതെ, ഇവിടെ താഴെ മാറ്റും, മുകളിൽ അതേ സെയിം ഗ്ലോസി. ബാത്റൂം ഒക്കെ എല്ലാവരും വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ. ഇപ്പോൾ പിന്നെ വേറൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു ഹോം ടൂർ ചെയ്യാൻ പോയ വീട്ടിൽ ചെയ്തിട്ടുള്ളത്, അവർ ഓരോ കിഡ്സിന്റെ റൂമിന്റെ ഫ്ലോറും കളർ തീമും ഒക്കെ ചെയ്തിട്ടുള്ളത് ഓരോ കളർ. ഇപ്പൊ ഒരാളെ വീട് റൂം വരുമ്പോ കംപ്ലീറ്റ് യെല്ലോ, അതിന്റെ ഇന്റീരിയറും യെല്ലോ, ഫ്ലോർ യെല്ലോ, ബാത്റൂം യെല്ലോ, അങ്ങനത്തെ കൾച്ചറിൽ മൊത്തമായിട്ട് ഒറ്റ കളർ കൊടുത്തു. ഒറ്റ കളർ, ഓരോ ബെഡ്റൂം ഓരോ കളറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കംപ്ലീറ്റ് മോക്കപ്പുകളാണ്. ഞാൻ പറയല്ലോ 50 പരം മോക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഏകദേശം അറൗണ്ട് എല്ലാ ടൈപ്പ് ടൈലിലും നമ്മൾ മോക്കപ്പ് ചെയ്ത്. ഇത് കംപ്ലീറ്റ് സ്ലാബുകളല്ലേ? അതെ, 2400-800 mm. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റിന്റെ പൊതുവെ യൂസേജ് അറിയാലോ, വളരെ കുറവാണ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ നല്ലോണം. നമ്മള് ഗ്രാനൈറ്റിന്റെ ഹോൾസെയിൽ ഡീലർ ആയിരുന്നു ആദ്യം, അപ്പൊ അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാവും. ഇപ്പൊ കൂടുതൽ ഇതായി വരുന്നത് നമ്മളെ അല്ല, നല്ല ഗ്രാനൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 175 സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫിനിഷ് തന്നെ വരുന്നത് നമുക്ക് വരുന്ന 250 ഒക്കെ വരുന്നുള്ളൂ. നല്ല ഫിനിഷിൽ കിട്ടും. നല്ല ഫിനിഷിൽ. ഇതൊക്കെ നമ്മളാ ചേമ്പിലയിൽ വെള്ളം നിൽക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് നിൽക്കുക. ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത് അതിന്റെ തന്നെ ഒരു ലെപ്പാറ്റോ സീരീസ് ലെതർ ഫിനിഷ്, ബ്ലാക്ക് ബ്രൗൺ അങ്ങനത്തെ എല്ലാ കളറും. ഇതൊരു ഗ്രേ ടച്ച് വരുന്നത്. ഇത് കൂടുതൽ ആർക്കിടെക്ചർ കൺസെപ്റ്റിലൊക്കെ വരുന്ന ടൈപ്പാണ്. സ്ലാബിലും ചെയ്യാം. പിന്നെ മെയിൻലി ചെയ്യുന്നത് ഫ്രണ്ട് സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് ആയിട്ട് സ്റ്റെപ്പിലേക്ക്. അപ്പൊ നമ്മൾ ഡെലിവറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടക്കിടക്ക് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോയി. ഡെലിവറി കേസ് പറയുമ്പോൾ ഈ
ഒരു 10 ബോക്സും 20 ബോക്സും ഒക്കെ അല്ല. നമ്മൾ സാധാരണ ചെയ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓർഡർ സ്വീകരിക്കും. അത് ആ റൂട്ടിലേക്ക് ക്ലബ് ചെയ്ത് പോകുമ്പോൾ ആ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡിലേ വരും. അതെ അതെ, നമ്മള് ഒരു 1 lakh above ഉള്ള ബില്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് ഡെലിവറി, നമ്മൾ പിറ്റേഴ്സ് തന്നെ ഡെലിവറി ചെയ്യും. അതെല്ലാം ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ പോണ വഴിക്ക് എന്തായാലും ഒരു മാക്സിമം ഒരു വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിൽ ഡെലിവറി കൊടുക്കും. അതെ, കൂടുതൽ ഡിലേ വരില്ല. കാരണം ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇവിടുത്തെ ഷോറൂമും പിന്നെ കേരളത്തിന്റെ മറ്റേ സൈഡിൽ കോഴിക്കോട് ഷോറൂം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി അതുകൊണ്ടാണ് ഇതിന്റെ ഗുണം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ കുറ്റിപ്പുറത്തുനിന്നാണ് അവിടെ ഏരിയ, കോഴിക്കോട് ആണെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്യാം. ബേസിൻ സ്റ്റാർട്ടിങ് ടേബിൾ ടോപ്പ് 1000 രൂപ മുതൽ ടേബിൾ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ ആദ്യം വൈറ്റ് ആയിരുന്നു കൂടുതലായിട്ട് പോയത്, പക്ഷെ ഇപ്പൊ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ടൈലില് മാറിയ പോലെ തന്നെ സാനിറ്ററിയിലും കളറിലേക്ക് മാറി. കളർ എന്നുള്ളത് മാത്രമല്ല, മൾട്ടി കളേഴ്സിലേക്ക്, ഇപ്പൊ അതേപോലെ മൾട്ടി കളേഴ്സിലേക്കും ബേസിൻസ് ഒരുപാട് എൻക്വയറി ഉണ്ട്. സ്റ്റോൺ ഫിനിഷ് വരുന്നത് ഇതില് 1 പീസ് നമുക്ക് 5500 മുതൽ 10 വർഷം വാറന്റി ഉള്ള ടൈപ്പ് 500 മുതൽ 500 മുതൽ. ഈ കളർ കുറച്ച് കൂടുതലാണല്ലേ? കളറിൽ വരുമ്പോ ഏകദേശം ഒരു 20 ആ റേഞ്ചിലേക്ക് വരും. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 15000 ആ റേഞ്ചിൽ. ഈ ഒരു ടൈപ്പ് ഒരു സ്യൂട്ട് ടൈപ്പ് എഗ് ടൈപ്പ് ബാത്തക്സ്, സറ, പിന്നെ കജാരിയന്റെ കെറോവിറ്റ്, ജോൺസൺ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതില് മുന്നുണ്ടായിരുന്നത് ഒരു സ്പേസിന്റെ വിഷയം പറഞ്ഞിരുന്നു, അഥവാ റൗണ്ട് ടൈപ്പ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. റൗണ്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്പേസ് കുറവായിരുന്നു, വെള്ളം പുറത്തേക്ക് തീർക്കുന്ന ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് സൈസ് ഒന്നും കൂടി അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റില്ലേ? അത് നല്ലത്. അത് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്താണ് പ്രൈസ്? ഇത് വരുമ്പോ 25. അതെ, ഇതില് കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് ടാപ്പ് അടക്കം ഇതെങ്ങനെ വരുന്നല്ലേ? ഇതെല്ലാം അങ്ങനെ വരുന്നത്, അതിന്റെ ഫിറ്റിങ്ങോട് കൂടിയിട്ട് വരുന്നത്. അതെ, 25000 രൂപ. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നേരെ കൊണ്ടുപോയി വെക്കാനുള്ള. അത് നമുക്ക് ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും, ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റും. ഡെലിവറി കൊടുക്കാം. ഈ ഒറ്റ ഐറ്റം മാത്രം ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു 1 വീക്ക് ഗ്യാപ്പിന്റെ ഉള്ളിലാണെങ്കിൽ ക്ലബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെ, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിംഗിൾ പീസ് ബേസിൻസ്, അതിലും വെറൈറ്റി ഡിസൈൻസുകൾ ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സൗകര്യക്കുറവ് മൂലമായിരുന്നു. കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കൊടുക്കാം. ആക്സസറീസിൽ കളർ ടൈപ്പ് ഒക്കെ PVD കോട്ടിംഗ് വരുന്നതാണ്. 304 SS 304 വരുന്ന ടൈപ്പ്. ബ്ലാക്കിലാണെങ്കിലും ബ്രാസ്, ഇത് റോസ് ഗോൾഡ്, ഗോൾഡ് എല്ലാ ടൈപ്പിലും ഉണ്ട്. അതെ, എല്ലാ കളേഴ്സിലും. നേരത്തെ സ്റ്റാൻഡേർഡ് ടൈലിനെ പറ്റിയിട്ടും പ്രീമിയം ടൈലിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈല് പൊട്ടുക എന്നുള്ളത് ഈ സ്റ്റാൻഡേർഡിനെയും പ്രീമിയത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അത് ശരിക്കും ഒരു തിയറിയാണ്. അതിന്റെ എയർ നമ്മളൊരു അത്രയും പരന്ന സർഫസിൽ ഒരു ഐറ്റം വരുമ്പോൾ അത് എയർ അതിനെ താങ്ങി നിർത്തുന്നതാണ്. നിർത്തുന്നതുകൊണ്ട് പൊട്ടൂല. സ്റ്റാൻഡേർഡ് ടാലും പൊട്ടൂല, പിന്നെ പ്രീമിയം ടാലും ഏതായാലും പൊട്ടൂല. അതായത് പൊട്ടൽ അതിന് പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ ഇതേപോലത്തെ ഒരു സാധനം മതി. അതിന് സ്റ്റാൻഡേർഡ് ആണെങ്കിലും പൊട്ടും. ചെറിയൊരു തരി മതി. അതെ, ഒന്ന് വെച്ചിട്ട് ഒന്ന് നമുക്ക് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായും. ഓക്കെ, ആഷിക്ക് വാ. എന്തൊക്കെയാണ് ആഷിക, സുഖല്ലേ? ആഷിക്കാണ് അവിടെ ഉണ്ടാവുക കൂടുതൽ അല്ലേ? അതെ, ഇവിടുത്തെ കംപ്ലീറ്റ് ആഷിക്കാണ്. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മൾ പിന്നെ പ്രീമിയം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് വെച്ച് കാണിക്കാനുള്ള സൗകര്യമില്ല. ഇത് പ്രീമിയം തന്നെയാണ്. ഇത് ആ പൊട്ടുന്ന തിയറി എന്തുകൊണ്ടാണെന്നല്ല നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ, ഓക്കെ, ധൈര്യമായിട്ട് ഇട്ടോ. പൊട്ടിയിട്ടില്ല. ഇല്ലല്ലോ, ഒരിക്കലും. ഇത് സ്റ്റാൻഡേർഡ് ഇട്ടാലും പൊട്ടൂല കേട്ടോ. സ്റ്റാൻഡേർഡ് ഇട്ടാലും പൊട്ടൂല. ഈ ടൈല് പൊട്ടലും സ്റ്റാൻഡേർഡും പ്രീമിയം ആയിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, പൊട്ടിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു കല്ല് ഇത്രയും വേണമെന്നില്ലല്ലേ? ചെറിയൊരു കല്ല് മതി, ചെറുത് മതി. കിട്ടിയത് അതിന്റെ സെന്ററിൽ വെച്ചോളി. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? കൂടി പോയോ? ഇല്ല, അടച്ചാ മതി. ഓക്കെ, പൊട്ടിയില്ലേ? നേരത്തെ ഒരു കല്ല് നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചോക്കിയത് അത്ര സ്ട്രോങ് കല്ലല്ലാത്തതുകൊണ്ട് അത് പൊടിഞ്ഞു പോയി. ആ കല്ല് പൊടിഞ്ഞു പോയി. ഇപ്പൊ രണ്ടാമത് ഒന്നുകൂടി ശ്രമം നടത്തുകയാണ്, ഒരു കല്ല് പുറത്തെടുത്തുകൊണ്ടെന്നാണ്. ഇതൊന്ന് വെക്കാം. ഏത് ഭാഗത്ത് അവിടെ മാറ്റങ്ങളുണ്ടോ? കുറച്ച് മുകളിൽ വെക്കാം. ഇവിടെ കുറച്ചും കൂടി മുകളിൽ. ഓക്കെ, പൊട്ടാൻ സൗകര്യം കൂട്ടിക്കോട്ടെ. ഓക്കെ, ഇത് അങ്ങനെ പൊട്ടുന്ന ടൈലല്ലത്. ഇതാണ് ഫോഷ്യന്റെ വിട്രിഫൈഡ് ടൈൽ എന്ന് പറഞ്ഞത്. അതായിരുന്നു സംഭവം. നമ്മളിത് രണ്ടാമത്തെ ശ്രമമാട്ടോ നടത്തുന്നത്. ഈ ടൈല് പൊട്ടിക്കാൻ വേണ്ടിട്ട് വേറൊരു കല്ലെടുത്ത് കൊണ്ടുവന്ന് മെറ്റലെടുത്തുകൊണ്ടുവന്നു. അതിന്റെ അവസ്ഥ എന്താ നോക്ക്. ഈ മെറ്റലിനെല്ലാം എടുത്തു കൊടുന്നത് ഇത് പൊടിഞ്ഞേ. ഇത് മെറ്റൽ തന്നെയാണ്.
എടാ ഇത് പൊടിഞ്ഞത് മൊത്തം പൊടിഞ്ഞ് ഫുള്ള് പൊട്ടിക്കണത് കല്ലിങ്ങനെ ഫോഷ്യ സംഭവം നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും പക്ഷെ എന്നിട്ടും പൊട്ടിയില്ല. രണ്ടാമത്താണ്. ആദ്യത്തെ വട്ടം മൂന്നാമത്തെ വട്ടം നമ്മൾ ഇട്ടു, 2 വട്ടം കല്ല് വെച്ചിട്ട് ഇട്ടു അല്ലെ, പൊട്ടുന്നില്ല. പൊട്ടുമ്പോ എങ്ങനെയൊക്കെ കല്ല് മാറ്റി വീണ്ടും മാറ്റി. ഇത് കരിങ്കല്ലാണിത്, ചെറിയ മെറ്റലാണിത്, മെറ്റൽ പീസാണ്. ഇത് നോക്കാം, ഇത് പൊട്ടും, എന്തായാലും പൊട്ടിക്കണം. ഇത് ഇവിടെ തന്നെ നോട്ടെ, ഇതിന്റെ കൂടെ തന്നെ വെക്കാം. ഇതാണ് തിയറി. ഇത്രേ ഉള്ളൂ. പൊട്ടുന്നതിൽ ടൈല് പൊട്ടൽ സ്റ്റാൻഡേർഡും പ്രീമിയം തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പോൾ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിന്റെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ പോയിട്ട് ടൈല് വീട് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങുക. നിങ്ങൾ വിശ്വാസമുള്ള സ്ഥാപനത്തിൽ പോവുക. ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ചോദിച്ചതിന് ശേഷം ഒറ്റ ടൈം ആയിരിക്കും ഇടുന്നത്. പിന്നെ അത് കുത്തിപ്പൊളിക്കാൻ നിൽക്കില്ല, പെയിന്റ് അടിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ള ഡെലിവറിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മൾ ലേബേഴ്സിന് കൊടുക്കാറുണ്ട്, പണിയെടുക്കാൻ ആളില്ല. ഈ ഡെലിവറി കേസ് പറയുമ്പോൾ നമ്മളവിടെ സൈറ്റിൽ വണ്ടി എത്തിച്ചു കൊടുക്കുക. അൺലോഡിങ് ഓരോ നാട്ടിലും അവരുടേതായ കൾച്ചറേക്കാരും നടപ്പുകളുണ്ടാവും. ചിലപ്പോൾ യൂണിയൻ ആവും, ചിലപ്പോൾ അതൊക്കെ അനുസരിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞ ഓൾ കേരള ബജാജിന്റെ EMI സൗകര്യം ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പണ്ട് ഒരു നിശ്ചിത ഏരിയയിൽ മാത്രമായിരുന്നു, ഇപ്പൊ നമുക്ക് ഓൾ ഓവർ കേരള ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും എവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഡെലിവറിയുടെ കേസ് ഇപ്പൊ നമ്മൾ കേരള മാത്രമല്ല കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയില് നമുക്ക് എൻക്വയറി വന്നിരുന്നത് മറ്റേ കോയമ്പത്തൂർ, അതുപോലെ തന്നെ കൂർഗ്, കർണാടക, മംഗലാപുരം, അവിടെ നിന്നൊക്കെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ വിളിച്ചു വെച്ച് നോക്കാം. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ കാണാം. ഓക്കെ, ബൈ.